ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വിറ്റുബറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു, എന്താണ് വീണ്ടും ജനനം. ആത്മാവിലും ജലത്താലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യവും 5-ാം വാക്യത്തിനും നമ്മൾ കാണുന്നുണ്ട്. ആത്മീയമായിട്ട് ഓരോ ദിവസവും നമ്മൾ വളരുമ്പോൾ, വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവിടെ വീണ്ടും ജനനമുണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്ന് ആവസിക്കുന്നുണ്ട്. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ, ജലം നമുക്കറിയാം, ഈശോ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 തൊട്ട് 39 വരെയുള്ള തിരുവചനത്തിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹൃദയത്തിൽ നിന്നാണ് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുക. നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ജീവൻ്റെ ഉറവകൾ ഒഴുകുന്ന സ്ഥലം എവിടെയാണ്? ഹൃദയത്തിൽ നിന്നാണ്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുകയാണ്, നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ അരുവികൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നാണ് ഈ ജീവൻ്റെ അരുവികൾ ഒഴുകുന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈശോ ഉദ്ഘോഷിക്കുകയാണ്, വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അരുവിയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മളിലേക്ക് അവിടുത്തെ അരുവികൾ ഒഴുകിയെത്തിയത്. നമ്മൾ ഈ ദൈവത്തിൻ്റെ അരുവി നമ്മിലേക്ക് ഒഴുകിയെത്താൻ വീണ്ടും ജനിക്കണം. വിറ്റുബേർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, യോഹന്നാൻ 3:3, 3:5 ഒരു ആത്മീയ രഹസ്യമാണെന്നാണ് പറയുക. ഈ ആത്മീയ രഹസ്യം എന്ന് പറയണമെങ്കിൽ എന്താണ് ഈ ആത്മീയ രഹസ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ് ദൈവരാജ്യത്തിലെ വെളിപ്പെടുത്തലുകൾ. നമ്മൾ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ പല പല നിയമങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മൾ നോക്കിയാലും അതിന് അപ്പുറത്തുള്ള ഒരു ദൈവീക രഹസ്യമുണ്ട്. ഈ രഹസ്യത്തെയാണ് നമ്മൾ ആത്മീയ രഹസ്യം എന്ന് പറയുക. ഈ ആത്മീയ രഹസ്യം ഈശോ ഉദ്ഘോഷിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. ഇതിൽ ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. പിതാവിനെ അറിയണമെങ്കിൽ ഈ ഈശോയെ നമ്മൾ അറിയണം. അന്ന് ഈശോയെ അവിടെ അത്രയും പ്രഘോഷിക്കപ്പെട്ടിട്ടും ഈശോയെ യഹൂദന്മാരാരും മനസ്സിലാക്കിയില്ല, ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അപ്പോഴാണ് ഈശോ ഉദ്ഘോഷിക്കുന്നത്, പിതാവേ, ഇതെല്ലാവരിൽ നിന്നും മറിച്ച് നീ ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുക. ഈ ശിശു എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഒരു ഹൃദയം നാം സ്വീകരിക്കുമ്പോൾ നമ്മളും കർത്താവിൻ്റെ രഹസ്യത്തിൽ പങ്കുകാരാകും. അതിലൂടെ മാത്രമേ നമുക്ക് ഈ ദൈവിക രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് വീണ്ടും ജനനം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലായി. നമുക്ക് ബാക്കി ഭാഗങ്ങൾ ശ്രവിക്കാം. അപ്പോൾ ഈ ആധ്യാത്മിക പ്രബോധനം എന്ന പുസ്തകത്തിലെ 85-ാമത്തെ പേജിലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ പറയുകയാണ്, നമ്മൾ വചനം കൂടുതൽ കേൾക്കണം. അതും 1 കൊരിന്തോസ് 2:2 അല്ലാതെ മറ്റു പലതും നമ്മൾ കേട്ടാൽ വിശ്വാസം നമ്മുടെ വ്യതിചലിക്കും. ക്രൂശിതനെക്കുറിച്ച് തന്നെയായിരിക്കണം കേൾക്കേണ്ടത്. ഈ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഓരോ പ്രാവശ്യവും വർദ്ധിച്ചു വരിക. റോമ 10:17 പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വചനം കേട്ട് ആത്മാവിൽ ശക്തി പ്രാപിച്ചു കഴിയുമ്പോഴാണ് അമ്മയായ മറിയത്തെപ്പറ്റി എല്ലാം അറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയായ മറിയത്തെപ്പറ്റി നേരത്തെ ഇവിടെ പറയാതിരുന്നത്. പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ബുദ്ധിയിൽ കാണുമായിരുന്നു.
നിങ്ങൾ ആത്മീയ ശക്തിയിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. വിശുദ്ധ അന്തോനീസിനെ എല്ലാവരും അത്ഭുത പ്രവർത്തനായിട്ടാണ് കാണുന്നത്. ആ വിശുദ്ധൻ്റെ ആത്മീയ ശക്തി നിമിത്തമാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. അമ്മയായ മറിയത്തെ പോലെ വിശുദ്ധ അന്തോനീസിലും മുഴുവനും വചനമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-51 തിരുവചനം. ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചിരുന്നു. ഇതിലെന്താണ് പറയുക? വചനം കേട്ട ആത്മാവിൽ ശക്തി പ്രാപിച്ചു കഴിയുമ്പോഴാണ് അമ്മയായ മറിയത്തെ പറ്റിയെല്ലാം അറിയാൻ സാധിക്കുന്നത്. പരിശുദ്ധ മറിയത്തെ പറ്റിയുള്ള ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈശോയെ അറിഞ്ഞ് വരുമ്പോഴാണ്. പലപ്പോഴും പരിശുദ്ധ മറിയത്തെ പലരും ഒറ്റപ്പെടുത്തും. പരിശുദ്ധ മറിയത്തിന് ഒരു സ്ഥാനവും കൊടുക്കാറില്ല. പക്ഷെ പരിശുദ്ധ മറിയത്തെ ഈശോ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ ഈശോയുടെ പീഡാസഹന വേളയിൽ, ഈശോയുടെ കുരിശു മരണത്തിന് മുൻപ് ഈശോ പരിശുദ്ധ മറിയത്തെയും കൂടി തൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു സഹായമാണ് നമ്മളെ എപ്പോഴും ഈശോയുമായിട്ട് ഒന്നാക്കുക. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ആ കാനായിലെ വിവാഹ വിരുന്നിന് ഈശോ പരിശുദ്ധ മറിയത്തോട് പറയുന്നുണ്ട്, അമ്മേ അഥവാ സ്ത്രീയെ, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. അപ്പോൾ പരിശുദ്ധ മറിയം പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ഈശോ എന്ത് പറയുന്നോ അത് ചെയ്യുവാൻ പരിശുദ്ധ മറിയം നമ്മളോട് പറയുകയാണ്. ഈ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ മറിയത്തിൻ്റെ വലിയ രഹസ്യം എന്താണ്? എളിമപ്പെടലാണ്. എളിമയിലൂടെയാണ് മറിയം ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തി അന്ന് വരെ ഉണ്ടായിരുന്ന സകല അശുദ്ധാരൂപികളെയും തകർത്തുകൊണ്ട് പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ മറിയം പ്രാർത്ഥിച്ചൊരുങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. നീ അവൻ്റെ തല തകർക്കും, അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിതാവായ ദൈവത്തിൻ്റെ ആദ്യത്തെ ഈ വചന പ്രഘോഷണം പൂർത്തിയായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം അതുപോലെ എളിമയുള്ള ഒരു കന്യകയെ നമ്മുടെ ദൈവത്തിന് ആവശ്യമായിരുന്നു. എബ്രായർ 13-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ സമയപരിധികളില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഭാവിയില്ല, ഭൂതമില്ല, വർത്തമാന കാലങ്ങളില്ല. ദൈവം എപ്പോഴും ആത്മാവാണ്. പക്ഷെ കർത്താവ് ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അതിൽ ആ രക്ഷാകര കർമ്മത്തിൽ നമ്മെ എല്ലാം ദൈവം പങ്കാളികളാക്കും. എന്നിട്ട് ആ സമയത്തിൻ്റെ പൂർത്തീകരണം വരുമ്പോഴാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. ഈ സമയത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ സാത്താൻ്റെ തല തകരുന്ന ഒരു സമയമുണ്ട്. നമുക്കും അറിയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊക്കെ ഓരോ സമയങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിൽ ദൈവം ഓരോ ഭാഗങ്ങളെ തിരഞ്ഞെടുത്ത് അവരിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അങ്ങോട്ട് നിവേശിപ്പിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു. എന്താ സംഭവിക്കുക? ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ച് കഴിഞ്ഞാൽ അവർ ദൈവസ്നേഹത്തിന് എതിരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ദൈവം അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. പക്ഷേ സാത്താൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരിക്കും അവർക്കെതിരെ. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. അത് വായ് തുറന്ന് സർപ്പം വായിൽ നിന്നൊഴുകിയ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. പരിശുദ്ധ മറിയത്തോട് കൂടെ നിന്ന് നമ്മൾ ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ് അവിടെ സാത്താൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകുക. അല്ലെങ്കിൽ അവനൊരു പ്രശ്നവുമില്ല. കാരണം ആ
കൃപയ്ക്കെതിരെയാണ് അവൻ എപ്പോഴും തല ഉയർത്തുക. അതുകൊണ്ടാണ് കർത്താവ് പറയുക, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിങ്ങൾക്ക് തരും. ഈ പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഒത്തിരിയേറെ പ്രബോധനങ്ങളൊക്കെ പല പാഷണ്ഡതയിലൂടെയൊക്കെ ഉണ്ടാക്കപ്പെട്ടായിരുന്നു. അതിനെ എല്ലാ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പഠനങ്ങൾ നടത്തിയാണ് നമ്മുടെ സഭ ഓരോ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഓരോ മാറ്റപ്പെടാത്ത സത്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ സത്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് സത്യം മാത്രമായിരിക്കും. അതിനാണ് ഡോഗ്മാസ് എന്ന് പറയുക. മാറ്റപ്പെടാൻ സാധിക്കാത്ത വിധം അത്രമാത്രം ദൈവിക വെളിപ്പെടുത്തൽ നിന്ന് വന്ന സത്യങ്ങളെ മാറ്റപ്പെടാത്ത സത്യങ്ങൾ അഥവാ ഡോഗ്മാസ് എന്ന് പറയുന്നു. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് 4 ഡോഗ്മാസ് ഉണ്ട്. പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, ദൈവമാതാവാണ്, സ്വർഗാരോപിതയാണ്. ഓരോ കാലഘട്ടത്തിലും മറിയത്തിനെതിരെ വലിയേറെ പ്രബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ വിശുദ്ധരെ ആ സമയത്ത് ദൈവം ഉണർത്തും. അതിലൂടെ ആ പ്രബോധനത്തെ കീഴ്പ്പെടുത്തുവാൻ അത്യുന്നതനായ ദൈവം പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഒരു കാലത്ത് പരിശുദ്ധ മറിയത്തിനെതിരെ വന്ന പ്രബോധനങ്ങളെ മുഴുവൻ തകർക്കാൻ തക്കവിധമുള്ള കൃപാവരം കൊണ്ട് കർത്താവ് നിറച്ചു. അതുപോലെ അനേകം വിശുദ്ധരെ, പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഒത്തിരിയേറെ വെളിപ്പെടുത്തലുള്ള അനേകം വിശുദ്ധരുണ്ട്. അവരൊക്കെ എന്താ ചെയ്തത്? അവരുടെ കാലത്ത് വന്ന ആ തിന്മയെ കീഴ്പ്പെടുത്തുവാൻ കർത്താവ് ഓരോ പ്രവാചകന്മാരെ അയക്കുകയാണ്. ഇതുപോലെ പരിശുദ്ധ മറിയത്തെ നമ്മൾ കൂട്ടുപിടിച്ചാൽ മാത്രമേ നമുക്കും ആ ഈശോയുമായിട്ട് ലയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ ആദ്യകാലം മുതൽ ഈശോയുടെ മരണം വരെയും പരിശുദ്ധ മറിയം ഈശോയോട് കൂടെ എളിമയോടും ശാന്തതയോടും നിഷ്കളങ്കതയോടും നിൽക്കുന്ന ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത. മധ്യസ്ഥ പ്രാർത്ഥന അപ്പം നമ്മൾ ഈ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയാൻ കാരണം, ബ്രദർ പറയുന്നുണ്ട്, നമ്മൾ ഈശോയെ അറിഞ്ഞ് വരുമ്പോഴാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്കൊക്കെ കടക്കുക എന്നത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ രഹസ്യം എന്താണ്? പരിശുദ്ധ മറിയത്തിൻ്റെ വലിയൊരു ഡ്യൂട്ടിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ദൈവപുത്രനായ ഈശോ മനുഷ്യനായി രൂപം ധരിച്ചപ്പോൾ ആ ദൈവികതയിലേക്ക് വീണ്ടും വീണ്ടും ഈശോയ്ക്ക് സപ്പോർട്ട് നിന്ന് സഹായിച്ചത് പരിശുദ്ധ മറിയമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിലും 51-ാം വാക്യത്തിലും പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തിന് അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇവയെല്ലാം മറിയം ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈശോയെ, ദൈവപുത്രനെ, മനുഷ്യപുത്രനെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിമിയോൻ ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ മറിയത്തോടാണ് പറയുക, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഈ വാള് ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ കുരിശുമരണം, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അമ്മയെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ആ അവസരങ്ങളിലെല്ലാം പരിശുദ്ധ മറിയം ചെയ്തത് എന്താണ്? ശാന്തമായി മധ്യസ്ഥ പ്രാർത്ഥനകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. നമുക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടിയുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ ജോലി നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കുമുണ്ട്. നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമ്മൾക്ക് തകർച്ചകളുണ്ടാകുമ്പോൾ ഒക്കെ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കും. ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഒരു വലിയ ഭണ്ഡാരമാണ്. ഒരു കൂട്ടരെ കർത്താവിനെ കൊടുക്കാൻ പോകുമ്പോൾ ഒരു കൂട്ടരെ അകത്തിരുന്ന് മധ്യസ്ഥം വഹിക്കും. ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കരുണയ്ക്ക് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി. അനേക ആത്മാക്കൾ പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടിയൊക്കെ അവർ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ സഭ കണ്ടുവച്ചിരിക്കുന്ന മിണ്ടാമടങ്ങൾ. എങ്ങനെയാണ് ഇത് സ്ഥാപിക്കപ്പെടുക? കർത്താവിൻ്റെ മണവാട്ടിയാണ് സഭ. ഓരോ വിശുദ്ധരും ഓരോ കാലഘട്ടത്തിൽ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ ചൈതന്യത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരുമായിട്ട് അവർ സംഭാഷണങ്ങൾ നടത്തി അതിനെക്കുറിച്ച് പഠിച്ച് വരുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് ആണ് എന്നവർക്ക് മനസ്സിലാകുമ്പോഴാണ്
അവിടെ അവർ അംഗീകാരം കൊടുത്ത് അങ്ങനെ ഓരോ സഭകൾക്ക് രൂപം കൊടുക്കുകയാണ്. എപ്പോഴും ഒരു ഹൈറാർക്കിക്കൽ ഓർഡറായിട്ട് അത് വരണമെങ്കിൽ, വിധേയത്വത്തിലൂടെ വരണമെങ്കിൽ അവിടെ എന്തുണ്ട്? കർത്താവിൻ്റെ മണവാട്ടിയായ സഭ അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ മാറി മറ്റൊന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമ്മളിൽ വ്യത്യസ്തമായ ഒരു അരൂപി വന്ന് പ്രവർത്തിക്കും. കാരണം ഒരിക്കലും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തന്നെ ദൈവം വിശുദ്ധീകരിച്ച് തന്നോട് അതിനെ അടുപ്പിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. പരിശുദ്ധ മറിയവും അപ്പസ്തോലന്മാരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിലും അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലും എല്ലാം ഒരുമിച്ചിരുന്ന് അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. അതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം അവിടെ ഉണ്ടാകുന്നത് നമ്മൾ കാണാൻ സാധിക്കും. എഫെസസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനയോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്താണ് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറയുക? വിശുദ്ധർക്ക് എതിരായിട്ടാണ് പിശാച് എപ്പോഴും യുദ്ധം ചെയ്യുക. ഉണ്ടോ? ആ വിശുദ്ധർ താഴെ വീഴാതിരിക്കുവാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് അനേകം വിശുദ്ധരുണ്ട്. അവർ അറിയപ്പെടാത്തവരാണ്. ഈശോയുടെ നാമത്തിന് വേണ്ടി ശാന്തമായി സഹിക്കുന്നവരുണ്ട്. ഈശോയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ സുഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം ആത്മായ പ്രേക്ഷിതരിന്ന് നമുക്കുണ്ട്. നമ്മുടെ ഒരു ജോലി എന്താണ്? ഇവർക്കെല്ലാം വേണ്ടിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മൾ സമർപ്പിക്കണം. അത് പറയണം, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുവിൻ. എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അതുപോലെ 1 തിമോത്തി 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവും അത്രേ. വിക്ടബേറൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവർ ഈശോയുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടായിരിക്കണം. ചിലപ്പം വിദ്യാഭ്യാസം ഉണ്ടാകുകയില്ല, സംസാരിക്കാൻ അറിയില്ലാത്തവരായിരിക്കും, വായിക്കാൻ അറിയാത്തവരായിരിക്കും, ഒന്നും ഭൗതികമായിട്ടൊരു കഴിവുകളുമില്ലാത്തവരായിരിക്കും. പക്ഷേ അവരിൽ ഒന്നുണ്ടായിരിക്കും. അവർ ഹൃദയത്തിൽ ഈശോയെ ആരാധിക്കുന്നവരായിരിക്കും, സഹനത്തിൽ ഈശോയെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ള അനേകം വിശുദ്ധർ നമുക്കുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ അടുത്ത് വളരെ പെട്ടെന്നെത്തും. അവർക്ക് വിജ്ഞാനമുണ്ടാകില്ല, ഈ ലോകത്തിൻ്റെ തത്വങ്ങളൊന്നും അവർക്കറിയില്ലായിരിക്കും. പക്ഷെ അവർ നിഷ്കളങ്കമായി ദൈവത്തെ സ്നേഹിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും. എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കുന്ന അമ്മച്ചിമാരെ നമുക്ക് ചിലപ്പം കാണാൻ സാധിക്കും. അവരുടെയൊക്കെ അധരങ്ങളിലും അവരുടെ ഹൃദയത്തിലും എപ്പോഴും എന്താണ്? ദൈവനാമമായിരിക്കും. അവരായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹം. പലപ്പോഴും നമ്മളവരെ മാറ്റി നിർത്താറുണ്ട്. അവർക്കതൊന്നും പ്രശ്നമുണ്ടാകുകയില്ല. അവരുടെ ലക്ഷ്യം എപ്പോഴും എന്തായിരിക്കും? ഈശോ മാത്രമായിരിക്കും. ആ കുടുംബത്തിൻ്റെ മഹിമ, ആ കുടുംബത്തിൻ്റെ അനുഗ്രഹം ആ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ആ അപ്പച്ചനായിരിക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആരെങ്കിലും ആയിരിക്കും. ഇങ്ങനെ മധ്യസ്ഥം വഹിക്കുന്നതിലൂടെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകുകയാണ്. ഏറ്റവും ചെറിയ സഭ എന്ന് പറയുന്നത് ഗാർഹികമാണ്, കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അവിടെ തീർച്ചയായിട്ടും ആ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു മറിയം ആ കുടുംബത്തിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ സന്ധ്യാപ്രാർത്ഥനയിലും ഒക്കെ നമ്മളോട് പങ്കുചേരണം. നമ്മൾ തന്നെ അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ പ്രാർത്ഥനയിലൂടെ വിശുദ്ധി നമ്മളിലേക്ക് വർഷിക്കും.
നമ്മുടെ കുടുംബ അന്തരീക്ഷം മുഴുവൻ മാറുന്നത് എങ്ങനെയാണ്? ആ നന്മ അവിടെ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ അനുഗ്രഹമാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൃപ. ഇത്തരത്തിലുള്ളവരെയൊക്കെ ബ്രദർ കണ്ടുപിടിച്ച്, ബ്രദറൊക്കെ പല സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നു. ആ മധ്യസ്ഥ പ്രാർത്ഥന അവർ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകുന്നവരിൽ സംഭവിക്കുന്ന എന്താണ്? ഒരേ ആത്മാവ്, ഒരേ ശക്തി, ഒരേ പ്രവർത്തനം, ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം അവിടെ ഉണ്ടാകുകയാണ്. അതുപോലെ ശുശ്രൂഷയ്ക്കെന്ന് പോകുന്നവരെയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർക്കുമൊക്കെ ദൈവിക വെളിപ്പെടുത്തൽ കിട്ടുന്നത് ഒരേപോലെ ആയിരിക്കും. അതാണ് ഒരേ ആത്മാവിലുള്ള പ്രവർത്തനം. നമ്മൾ ഈശോയുടെ കൃപയിൽ വരുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കും പുറത്തു പോയി കർത്താവിനെ കൊടുക്കുന്നവർക്കും ഒരേ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയുടെ ആ വലിയ കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന്. കൂടുതൽ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താൻ ഇന്ന് ലോകത്തിലെ യുവാക്കന്മാരും യുവതികളെല്ലാം പാപത്തിലേക്കും പല പല തിന്മയുടെ ശക്തിയിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്നെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ ഓരോ കുടുംബത്തിലും ഒരു പരിശുദ്ധ മറിയം വേണം. ഓരോ കുടുംബത്തിലും പ്രാർത്ഥനകൾ വേണം. പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല, ആ ചൈതന്യത്തിൽ വിളിക്കപ്പെട്ട അനേകം സഹോദരന്മാരും നമുക്കുണ്ട്. കാരണം ഈ ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനുമാണ്. അതിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ രണ്ട് പേരിലും ചേർന്ന് ലയിച്ചതാണ്. അപ്പോൾ മറിയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ത്രീ മാത്രമാണ് എന്ന് കരുതരുത്. ദൈവീക ചൈതന്യം, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ടതെല്ലാം ആ പരിശുദ്ധ മറിയത്തിൻ്റെ ചൈതന്യത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ വഴിയേ ഉള്ളൂ ദൈവത്തിലേക്ക്. എപ്പോഴും നമ്മളത് ധ്യാനിക്കുക. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ഈ ഈശോയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉള്ളൂ. ഈശോയിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. ഈ വഴിയെ വരുന്നതാണ് പരിശുദ്ധ മറിയം, ഈ വഴിയെ വരുന്നതാണ് വിശുദ്ധർ, ഈ വഴിയെ പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. 1 യോഹന്നാൻ 2:6 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിലാണ് എന്ന് പറയുന്നവൻ ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കും പരിശുദ്ധ മറിയത്തോട് മധ്യസ്ഥം വഹിക്കാം. അമ്മേ മാതാവേ, ദൈവിക ശുശ്രൂഷകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈശോയെ സ്വന്തമാക്കുമ്പോൾ ഞങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം. വ്യക്തിപരമായി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു കൊന്തയെങ്കിലും പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് മുട്ടുമേൽ നിന്ന് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഈശോയിൽ വളരുവാനും ഞങ്ങളുടെ ബന്ധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ബന്ധനത്തെ പുറത്താക്കുവാനും ഞങ്ങൾക്ക് കർത്താവിൽ അനുഗ്രഹങ്ങൾ ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.